അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എല്ലാവരുടെയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അള്ളാഹു താല ശിഫയാക്കി തരട്ടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഞാൻ പറയുന്നത്. ഖുർആൻ ഓതുന്നതിൻ്റെ ഗുണങ്ങളാണ്. ഖുർആൻ ദിവസവും ഓതുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, ലൈക്ക് ചെയ്യണേ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയരുതേ, വീഡിയോ ഫുള്ളായി കാണണേ. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടിയാണ്. ദിവസവും കുറച്ച് സമയമെങ്കിലും എടുത്തു ഓതിയ ജീവിതം തന്നെ നമ്മുടെ മാറും. കൂടുതലൊന്നും ഓതേണ്ടതില്ല. നമുക്ക് പറ്റുന്നതിൽ കുറച്ച് ആയത്തുകൾ, കുറച്ച് പേജുകൾ, ഒരു പേജെങ്കിലും ദിവസവും ഓതാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. സ്ഥിരമായി ഖുർആൻ ഓതുക, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. സ്ഥിരമായി ഖുർആൻ ഓതിയാൽ, ദിവസവും ഓതിയാൽ അള്ളാഹുവിനോടുള്ള വിശ്വാസം നമുക്ക് കൂടുതൽ ശക്തമാകും. ഖുർആൻ ഓതുമ്പോൾ തന്നെ നമ്മുടെ വിഷമങ്ങളും ഉത്കണ്ഠകളും കുറയാൻ ഒരുപാട് കാരണമാകും. ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ഹൃദയം തന്നെ ശാന്തമാകും. ഖുർആൻ ഓതുന്നവരെ ദിവസവും ഓതുന്ന അള്ളാഹുവിന് ഏറെ ഇഷ്ടമാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുണ്ട്. അവരുടെ സ്ഥാനം ഉയരുക തന്നെ ചെയ്യും. ഖുർആനിലെ ഓരോ അക്ഷരവും ഓതിയാൽ പോലും നന്മ ലഭിക്കും. ചെറിയ അക്ഷരം പറയുന്നത് പോലും വലിയൊരു നന്മയിലാണ് കലാശിക്കുന്നത്. അതുപോലെ ഖുർആനിലെ സൂറത്തുകൾ, പല സൂറത്തുകളും ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള സൂറത്തുകളാണ്. അതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ദിവസം ഓതിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ജീവിതത്തിൽ വരുന്ന പല പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ സൂറത്തുകൾ എല്ലാം. ഖുർആനിലെ പ്രധാനപ്പെട്ട 3 സൂറത്തുകളാണ് ഞാനിവിടെ പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലക്ക്. നമ്മൾ ഏത് കാര്യത്തിന് ഒരുങ്ങുമ്പോഴും ഏത് കാര്യത്തിന് ഇതാകുമ്പോഴും എല്ലാം ഈ സൂറത്തുകൾ ഓതിയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് ദുആ ഇറക്കുന്നെങ്കിലും, എന്ത് പ്രാർത്ഥന ഇറക്കുന്നെങ്കിലും ഈ സൂറത്തുകൾ ചെയ്ത് ദുആ ചെയ്താൽ അത് പ്രതിഫലം കിട്ടുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദിൻ്റെ വിശുദ്ധമായ വിശ്വാസം, അള്ളാഹു ഒരുവൻ എന്ന അർത്ഥം വ്യക്തമാക്കുന്ന സൂറത്താണ്. അവന് പങ്കാളികളല്ല, അവൻ ആരെയും ആശ്രയിക്കുന്നവനുമല്ല. ഈ സൂറത്ത് ദിവസം ഓതുന്നത് ഖുർആനിൻ്റെ 1/3 പ്രതിഫലം പോലെയാണ്. ഈമാൻ ശക്തമാകും. ഖുർആനിൻ്റെ 1/3 പ്രതിഫലം ലഭിക്കുന്നു നമ്മുടെ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് ഓതുന്നത് ഈമാൻ ശക്തമാകാൻ വളരെ കാരണം. അള്ളാഹുവിൻ്റെ സൂറത്തുൽ ഫലക്ക്, പ്രഭാതം, പുലരി എന്നൊക്കെ അർത്ഥം വരുന്ന ഈ സൂറത്ത് ഓതുന്നത് ഇരുട്ടിൻ്റെ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടും. മന്ത്രവാദം, കണ്ണേറ്, സിഹിർ, കണ്ണ് തട്ടി തുടങ്ങിയ ദോഷങ്ങളിന് അള്ളാഹുവിൻ്റെ രക്ഷ ചോദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫലക്ക്. എല്ലാ ദോഷങ്ങളിൽ നിന്നും ഈ സൂറത്ത് സംരക്ഷണമേകുന്നു. പ്രത്യേകിച്ച് നമ്മൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷ നേകുന്ന സൂറത്താണ് സൂറത്തുൽ ഫലക്ക്. ഇത് സൂറത്ത് നാസ് അർത്ഥം മനുഷ്യർ എന്നർത്ഥം വരുന്നതാണ്. മനുഷ്യരുടെ മനസ്സിൽ വസിക്കുന്ന ശൈത്താൻ്റെ ചൂളത്തിൽ നിന്നും രക്ഷ ചോദിക്കുന്ന സൂറത്താണ്. ഈ സൂറത്ത് ദിവസവും ഓതുന്നത് വഴി ഗുണങ്ങൾ പലതാണ്. മാനസികമായ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും. ഭയം, നെഗറ്റീവ് ചിന്തകളെല്ലാം കുറഞ്ഞു കിട്ടും. പല പല ചിന്തകളാണല്ലോ ദിവസവും നമ്മുടെ മനസ്സിലുള്ളത്. അത് ശരിയാകുമോ, ഇത് ശരിയാകുമോ, അത് ചെയ്താൽ ശരിയും, അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ആ ചിന്തകളിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതുപോലെ ശൈത്താനിൽ നിന്ന് സംരക്ഷണമേകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തുകൾ 3 ഇഖ്ലാസ്, ഫലക്ക്, നാസ് രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ നേരവും എല്ലാം ഈ സൂറത്തുകൾ ഓതിയാണ് ഉറങ്ങിയിരുന്നത്. ഈ സൂറത്ത് ഓതി കയ്യിൽ ഊതി ശരീരത്തിൽ തേച്ച് ഉറങ്ങുന്നത് സുന്നത്താണ്. നമ്മുടെ പല പല അസുഖങ്ങളിലും വേദനകളും മുക്തി നേടാൻ നല്ലതാണ്. നമുക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടുകയും ചെയ്യും. കണ്ണ് തട്ടുന്നതിൽ നിന്നും, ജിന്നിൻ്റെ ദോഷങ്ങളിൽ നിന്നും എന്നിവയിൽ നിന്നെല്ലാം ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ഇഖ്ലാസ് സൂറത്ത് വിശ്വാസം, നമ്മുടെ ഈമാൻ വിശ്വാസം ശക്തമാകും. ഫലക്ക്
പുറം ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടും. നാസ് ഉള്ളിലെ ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടും. അങ്ങനെ ഈ 3 സൂറത്തുകളും വലിയ ഗുണം ചെയ്യുന്നതാണ്. ഈ 3 സൂറത്തുകളും നമ്മൾ പലപ്പോഴും ലഘുവായി കാണുന്നവയാണ്. പക്ഷേ ഇതിനുള്ളിലെ ശക്തി നമ്മൾ പലരും അറിയില്ല. കാരണം ഇത് നമ്മെ കാണാത്ത പല അപകടങ്ങളിൽ നിന്നും കാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ അമലുകൾ നമ്മൾ മറക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ദിവസം പോലും വിട്ടുപോകാതെ രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം, ഉറങ്ങാൻ മുമ്പ് ഇങ്ങനെ ഓതുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണാം. അള്ളാഹു നമ്മെ എല്ലാത്തരം ദോഷങ്ങളിൽ നിന്നും കാക്കുമാറാകട്ടെ. നമ്മുടെ ഈമാൻ ശക്തമാക്കട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ഒന്ന്